गोपी जन वल्लभा गिरिवरधारी जय राधा माधव कुंज बिहारी। गोपी जन वल्लभा गिरिवरधारी यशोदनन्दना व्रज जनरञ्जना यमुना तीरावनचारि। यशोदनन्दना व्रज जनरञ्जना तीरावनचारि। जय राधा माधव कुंज बिहारी। गोपी जन वल्लभा गिरिवरधारी राधा माधव च बिहारी। गोपी जन वल्लभा गिरिवरधारी यशोदनन्दना व्रज जनरञ्जना यमुना तीरावनचारि। यशोदनन्दन व्रज जनरञ्जन यमुना तीरावनचारि। हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम हरे 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 कृष्णा 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 हरे 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 राम राम हरे हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जयो राधा माधव जयो राधा माधव राधा माधव जयो राधा माधव जयो राधा कुंज बिहारी राधा कुंज बिहारी राधा जय जगन्नाथ जय बलदेवा सुभद्रमयी जय सुदर्शन जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय वृंदावन जय गौर निताय जय गौर निताय निताय जय गौर जय पंचतत्वा जय पंचतत्वा पंचतत्वा जय 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 प्रभुपा जय जय प्रभुपा जय जय गुरुदेव जय जय गुरुदेव निताय गौर हरि बोल हरि बोल निताय गौर हरि बोल जय। ओम नमो भगवते वासुदेवाय
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദൈവം സരസ്വതീം വ്യാസം തതോ ജയമുദീരൈ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത് സേവയാ ഭഗവതി കരോതി വാചാലം പങ്കും പങ്കേതേകിലും കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനകാരണം പരമാനന്ദം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഭാഗവതം, ഒന്നാമത്തെ സ്കന്ധം. ഏഴാമത്തെ ചാപ്റ്റർ, 35-ാമത്തെ ശ്ലോകം. മൈനാം പാർത്ഥാർസി ത്രാതും മൈനം പാർത്ഥാർഹസി ത്രാതും ബ്രഹ്മബന്ധും ഇമം ജഹി യോ യോസാവ് അനഘശ സുപ്താൻ അവധീൻ നിഷി ബാലകാൻ. മലയാളം ട്രാൻസ്ലേഷൻ വായിക്കിട്ട്. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ പുറത്താണ്. ആരെടുത്തെങ്കിലും ഒന്ന് വായിക്കാൻ പറയാവോ? ഒരു മിനിറ്റ്, ഞാൻ ഇംഗ്ലീഷ് ഒന്ന് മാറ്റുന്നു. പ്രഭു, ഏത് ബുക്കാണ്? ഭാഗവത ഭഗവത്ഗീതയാ? ഒരു മിനിറ്റ്, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഭാഗവതം. പ്രഭു മലയാളം വായിക്കാം പ്രഭു. ഭഗവതില്ല. 35, അതെ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തു, അല്ലയോ അർജുന, നിദ്രയിലായിരുന്ന നിരപരാധികളായ ബാലന്മാരെ വധിക്കുകയാൽ ബ്രാഹ്മണ ബന്ധുവായ ഇവനെ മോചിപ്പിച്ചുകൊണ്ട് നീ അവനോട് ദയ കാട്ടരുത്. ഭാവാർത്ഥം വായിക്കണ്ടേ പ്രഭു? വായിക്കും. ഇതിൽ ഇംഗ്ലീഷ് ഉള്ളത്. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ബ്രാഹ്മണ ബന്ധു എന്ന പദം പ്രാധാന്യം അർഹിക്കുന്നു. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജന്മമെടുത്തവനും എന്നാൽ ബ്രാഹ്മണൻ എന്ന് സംബോധന ചെയ്യാൻ യോഗ്യനല്ലാത്തവനുമായ ബ്രാഹ്മണൻ എന്നല്ല, മറിച്ച് ബ്രാഹ്മണ ബന്ധു എന്ന് വിശേഷിപ്പിക്കുന്നു. ഹൈക്കോടതിയിലെ ന്യായാധിപന്റെ പുത്രൻ പരമാർത്ഥത്തിൽ ഹൈക്കോടതിയിലെ ന്യായാധിപനല്ല. എന്നാൽ ന്യായാധിപപുത്രനെ ബഹുമാന്യനായ ന്യായാധിപന്റെ ബന്ധു എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ദോഷമില്ല. ആകയാൽ ജന്മം കൊണ്ട് ഒരാൾ ഹൈക്കോടതിയിലെ ന്യായാധിപനാകുന്നില്ല. അപ്രകാരം ജന്മം കൊണ്ട് മാത്രം ആരും ബ്രാഹ്മണനുമാകുന്നില്ല. എന്നാൽ ബ്രാഹ്മണന് അവശ്യം വേണ്ടുന്ന യോഗ്യതാ പ്രാപ്തിയിലൂടെ അത് സാധ്യമാകുന്നു. ഹൈക്കോടതിയിലെ ന്യായാധിപ പദവി യോഗ്യനായ ഒരാൾ പ്രാപ്തമാക്കുന്നത് പോലെ ബ്രാഹ്മണ പദവിയും യോഗ്യതയാൽ മാത്രമേ പ്രാപ്തമാവുകയുള്ളൂ. സദ്ഗുണ സമ്പന്നരായ യോഗ്യ വ്യക്തികളെ ബ്രാഹ്മണ കുലത്തിൽ മാത്രമല്ല ഇതര കുലങ്ങളിലും ദർശിക്കാനാകും. യോഗ്യനായ വ്യക്തിയെ ബ്രാഹ്മണനായി അംഗീകരിക്കണം. അതേപോലെ ബ്രാഹ്മണ കുലത്തിൽ പിറന്നവനെങ്കിലും ബ്രാഹ്മണീയ ഗുണങ്ങൾ ഇല്ലാത്ത ഒരാളെ അബ്രാഹ്മണൻ അഥവാ ബ്രാഹ്മണ ബന്ധുവായി കരുതി പെരുമാറണം. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ സർവമതാചാര തത്വങ്ങളുടെയും അധികാരിയായ ഭഗവാൻ ഈ വ്യത്യാസത്തെ സ്വയം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. താഴെ പ്രസ്താവിച്ചിരിക്കുന്ന ശ്ലോകങ്ങളിൽ ഇതിനുള്ള ഹേതുവും ഭഗവാൻ വിശദമാക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ചില പ്രഭുപാദ്. വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ പുത്രി ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സരസ്വതി ഗൗരവാണി പ്രചാരണി നിർവിശേഷൂന്യവാദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. നമ്മളിതില് അശ്വത്ഥാമയുടെ ഇതാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ വിവർത്തനത്തിൽ പർപ്പോട്ടിൽ പറഞ്ഞതുപോലെ ബ്രാഹ്മൺ നല്ല, ശരിക്കും അദ്ദേഹത്തിന്
സംബോധന ചെയ്യുന്നത്, ബ്രാഹ്മണ ബന്ധു എന്നാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ബ്രാഹ്മണനാണെങ്കിൽ ശരിക്കും സാത്വികനായ ഗുണങ്ങളുണ്ടെങ്കിൽ ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ദേഷ്യത്തില് ഇത്രയും കുഞ്ഞ്, അതായത് ഇത്രയും ടീനേജ് ആയിട്ടുള്ള ബോയ്സിനെയാണ് അവർ കൊന്നത്. അപ്പോൾ ഒരു ബ്രാഹ്മണന് ഒരിക്കലും ആ ഒരു രീതിയിൽ വർത്തിക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഇതിവൃത്തമായിട്ട് വരുന്നത്. അപ്പോ പ്രഭുപാദ് പർപ്പോട്ടിൽ പറയുന്നതാണ് ആ ബ്രാഹ്മണ ബന്ധു എന്നുള്ളത് വളരെ സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന്റെ പല പർപ്പോട്ടിലും ഈ ഒരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോ ടൈറ്റിലായിട്ട് കുറെ കാര്യങ്ങൾ ഉപയോഗിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗോസ്വാമി. ഓക്കെ, നമുക്ക് പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പോയാൽ പലരുടെയും പേരിൽ ചേർത്ത് ഗോസ്വാമി എന്ന് പറയും. നീത ഗോസ്വാമി എന്നോ അല്ലെങ്കിൽ അനിൽ ഗോസ്വാമി എന്നോ അങ്ങനെയൊക്കെ അവരുടെ ഫാമിലി നെയിമിന്റെ ഇത് പറയാറുണ്ട്. അപ്പൊ അതില് ശരിക്കും അതൊരു ഫാമിലി ടൈറ്റിൽ പോലെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അക്ഷത് ഗുപ്ത എന്നോ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന പോലെ. പക്ഷെ ശരിക്കും അവരെ പേര് ഉപയോഗിക്കുന്നെങ്കിൽ അവർ ശരിക്കും ഗോസ്വാമി ആണോ നമുക്കറിയാം എന്നുള്ളത്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ഒരാൾ ജനിച്ചാൽ അദ്ദേഹം ബ്രാഹ്മണനാവും എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന്റെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ഡോക്ടറാണ് എന്ന് വിചാരിക്കും പോലെയാണ്. പക്ഷെ ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കുടുംബത്തിലുള്ളത് തന്നെയാണ്. പക്ഷെ അവർക്ക് ആ ഒരു സ്മാർത്ഥ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട്, അതായത് അവരെ നമുക്കിപ്പോ ഒരു ടൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ടൈറ്റിലിന്റെ കൂടെ ഉള്ള അതിന്റെ കൂടെയുള്ള കുറെ പ്രിവിലേജസ് ഉള്ളത് കൊണ്ടാണ് അതൊരു മറന്ന് പ്രവർത്തിക്കുന്നത്. ശരിക്കും ഒരു ബ്രാഹ്മണ കുലത്തിൽ ഒരാൾ ജനിച്ചാൽ അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണായി വളരാനുള്ള എല്ലാ സിറ്റുവേഷനും ചിലപ്പോൾ ആ ഒരു കൾച്ചർ തരും. പക്ഷെ അദ്ദേഹം അങ്ങനെ ട്രെയിൻഡ് അല്ലെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ അർഹനല്ല, ബ്രാഹ്മണ ബന്ധു എന്ന് വിളിക്കാനേ അർഹനുള്ളൂ എന്നാണ് പ്രഭുപാദ് പറയുന്നത്. ഓക്കെ, പ്രഭുപാദ് ഈ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഒരു ഹൈക്കോടതി ജഡ്ജായ ഒരു ജഡ്ജിന്റെ മകനെ നമ്മൾ ഒരിക്കലും ഹൈക്കോടതി ജഡ്ജായിട്ട് നമുക്ക് അദ്ദേഹത്തിനെ കരുതാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ട് കരുതാം. അത് ശരിയുമാണ്. അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. അപ്പൊ അദ്ദേഹം എപ്പോഴാണ് ഹൈക്കോടതി ജഡ്ജ് ആവുന്നത്? അദ്ദേഹം പഠിച്ച് അത്രയും പരീക്ഷകളൊക്കെ പാസ്സായി, അത്രയും നാളത്തെ എക്സ്പീരിയൻസ്, ഒരു അഡ്വക്കേറ്റ് ആയി, പിന്നെ അദ്ദേഹം പടിപടിയായി ഉയർന്ന് മജിസ്ട്രേറ്റ് ആയി, അങ്ങനെ ഫൈനലി ഹൈക്കോടതി ജഡ്ജായിട്ട് ഉയർത്തപ്പെടുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഹൈക്കോടതി ജഡ്ജ് എന്നുള്ള ഒരു പദവിയിലെത്താൻ പറ്റൂ. അല്ലാതെ ഒരു ഫാമിലിയിൽ ജനിച്ചെന്നുണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാള് ഒരു സ്റ്റാമ്പ് കുത്തി തന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ കിട്ടില്ല. അത് പ്രോപ്പർ പറയാം. അപ്പോ ശാസ്ത്രങ്ങൾ ഒരു ബ്രാഹ്മണൻ, അത് നമ്മൾ ഭഗവത്ഗീതയിൽ കാണുന്നുണ്ട്, ക്ഷമ, തിദിക്ഷ, അങ്ങനെയുള്ള ഗുണങ്ങൾ, ഇത്രയും ഗുണങ്ങൾ ഉള്ള ഒരാൾ, അത്രയും ഗുണങ്ങൾ ആളെയാണ് ബ്രാഹ്മണനായിട്ട് കരുതുന്നത്. അപ്പൊ ശാസ്ത്രങ്ങളുള്ള ആ ഗുണങ്ങൾ നമ്മുടെ ആ ഒരു ഫാമിലിയിൽ ഒരാൾ ജനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ട്രെയിനിങ് കിട്ടിയാൽ അദ്ദേഹം നല്ല രീതിയിൽ ആ ഒരു ഫാമിലി നെയിമിന്റെ അനുസരിച്ച് ശരിക്കുമുള്ള ഒരു ബ്രാഹ്മണനായിട്ട് മാറും. ഇല്ലെങ്കിൽ അതൊരു കാസ്റ്റ് ടൈറ്റിൽ പോലെ, ഇപ്പൊ നമ്മൾ പലതിന്റെ കൂടെ ചേർത്ത് വായിക്കുമല്ലോ, ഇന്ന കുടുംബത്തിൽ എന്നുള്ള രീതിയിൽ, അതുപോലെ മാത്രം കരുതിയാൽ മതി. അപ്പോ ശരിക്കും നമ്മളിപ്പോ നമ്മുടെ പുണ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരു മിശ്രഭക്തി ചെയ്തത് കൊണ്ടായിരിക്കും നമ്മൾ വീണ്ടും ഒരു ജനനമെടുത്ത് വീണ്ടും ഭൂമിയിൽ വന്ന് കുറച്ചുകൂടെ ഫെസിലിറ്റിയും അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രോക്രസിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉന്നത കുലത്തിൽ വന്ന് പറക്കുന്നതായിട്ടൊരു ബർത്ത് കിട്ടും, അങ്ങനെ ഒരു ജനനം കിട്ടും. അപ്പൊ ആ ഒരു ജനനം നമ്മൾ ആ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് പ്രഭുപാദ് പറയുന്നത്. നമുക്ക് ആ ഒരു ഉന്നത കുലത്തിൽ ജാതനായതുകൊണ്ട് മാത്രം നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ എല്ലാം കിട്ടില്ല, പക്ഷെ അതിനുള്ളൊരു ഫെസിലിറ്റി കിട്ടും. ആ ഫെസിലിറ്റി നമ്മൾ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്താൽ നമുക്ക് ആ ഒരു ഇപ്പോ ആ പറഞ്ഞ രീതിയിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതിന്റെ ഫുൾ
ബെനിഫിറ്റ് കിട്ടും, നമുക്ക് ബ്രാഹ്മണനായിട്ട് വർത്തിക്കാനും പറ്റും. അപ്പോൾ ഇവിടെ പ്രഭുപാദ് വീണ്ടും പറയുന്നുണ്ട്, ലോർഡ് ശ്രീകൃഷ്ണ സുപ്രീം അതോറിറ്റി ഓഫ് ഓൾ റിലീജിയസ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇനി ഭഗവാൻ ഈ ഒരു ഡിഫറൻസ് എല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ പറയുന്നത്, the person who knows the principles of religion does not kill an enemy who is careless, intoxicated, insane, asleep, afraid or devoid of charity. അപ്പോൾ ഈ ധർമ്മതത്വങ്ങൾ ശരിക്കും അറിയുന്ന ഒരാള് യുദ്ധത്തില് ഒരു ഒരു ശത്രു ശരിക്കും അദ്ദേഹം വളരെ ശ്രദ്ധയില്ലാതെ നിൽക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ മത്തനായിട്ട് നിൽക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താല് ഉറങ്ങിയിരിക്കുന്ന സമയത്തോ, ഭയചകിതനായിരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം ഉപകരണങ്ങളൊന്നുമില്ല, ഇപ്പം രഥമൊന്നും ഇല്ലാത്ത സമയത്തോ അദ്ദേഹത്തിന് ആക്രമിച്ച് കീഴ്പ്പെടുത്തില്ല അല്ലെങ്കിൽ കൊല്ലില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവര് ഒരു ചെറിയ കുട്ടിയെയോ ഒരു സ്ത്രീയെയോ ഒരു മണ്ടനായ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ കീഴടങ്ങിയ ഒരാളെയോ അവരെയൊന്നും ഒരിക്കലും ഹത്യ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ബ്രഹ്മജ്ഞാനം ഉള്ളയാൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾ ഇങ്ങനെ ഒരു ഹീനമായ പ്രവൃത്തി ചെയ്യില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ അതിലും ഇതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത്, ഇപ്പൊ മഹാഭാരതത്തിൽ ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്തും ഇപ്പം രാത്രിയായി കഴിഞ്ഞാൽ, അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള സിറ്റുവേഷൻ അല്ല, അന്ന് ധാർമ്മികമായ രീതിയായതുകൊണ്ട് അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ക്യാമ്പുകളിൽ പോവുകയും ചിലപ്പോൾ സന്ദർശിക്കുക വരെ ചെയ്യും. അതിലൊന്നും യാതൊരു എന്താ പറഞ്ഞാൽ ഭീതിയും ആർക്കില്ലായിരുന്നു. കാരണം ധർമ്മത്തിന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് അവർ ആ യുദ്ധം നടക്കുന്ന സമയത്ത് മാത്രമേ അവര് തങ്ങളെ ശത്രുവായി കണ്ട് ഫുൾ വാലിയൻസിയിൽ ഫൈറ്റ് ചെയ്യുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ ഫുൾ ഇതായിട്ട് ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത സമയം അവർ അതേ മിത്രത തന്നെ അവർ കീപ്പ് ചെയ്ത് എല്ലാ പ്രിൻസിപ്പിൾസും അതുപോലെ പാലിച്ച്, ഇപ്പൊ അതിഥി വേറൊരാളെ ക്യാമ്പിൽ പോകണമെങ്കിൽ അതിഥിയെ പോലെ ആയിരിക്കും സ്വീകരിക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ ഈ ഒരു കാര്യം അശ്വത്ഥാമാവ് ഈ ഒരു കാര്യം ചെയ്തത്, അത് അദ്ദേഹത്തിന്റെ ആ ബ്രാഹ്മണ ഇതിനുള്ള ച്യുതിയാണ് കാണിക്കുന്നത്. അപ്പോ ശരിക്കും ധർമ്മത്തിന് അനുസരിച്ച് ഒരു ഹിംസാപരമായ കാര്യം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ അഹിംസയെക്കാളും വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഇതും ഭഗവാൻ പറയുന്നത്. അപ്പം ധർമ്മത്തിനനുസരിച്ച് നമ്മളിപ്പോ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോൺ വയലൻസ് എന്നുള്ള കാര്യം അഹിംസ എന്നതിനേക്കാളും വലിയൊരു ഡ്യൂട്ടിയാണ് ചെയ്യുന്നതാണ് പറയുന്നത്. അതൊക്കെ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഇത് പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ, ഇപ്പൊ അശ്വത്ഥാമാവ് ചെയ്തത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു ശത്രുവിനെ പരാജയപ്പെടുത്തണം. അത് ധർമ്മത്തിനനുസരിച്ച് ആവണമെന്നില്ല. ഇങ്ങനെ ഹുക്ക് ഓർ ക്രുക്ക് നമ്മൾ പറയില്ല, അതായത് ഏതെങ്കിലും വളഞ്ഞ വഴി കൂടെ ഒരാളെ പരാജയപ്പെടുത്തണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ അവര് സമയം നോക്കില്ല, ഈ ധാർമ്മികമായ കാര്യങ്ങൾ നോക്കില്ല, സ്ത്രീയാണോ കുട്ടികളാണോ നോക്കില്ല, ആ രീതിയിൽ അവർ നശിപ്പിക്കാൻ നോക്കും. എങ്ങനെയെങ്കിലും ഒരാളുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് നശിപ്പിക്കണം എന്ന് മാത്രമായിരിക്കും അവരുടെ ഫുൾ ഐഡിയ. ഓക്കെ, അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പലപ്പോഴും അറിയാം, ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇസ്രായേലും ഹമാസും എന്നുള്ള യുദ്ധം, ഉക്രൈനും റഷ്യയുള്ള യുദ്ധം. അപ്പൊ അതിലൊരുപാട് സ്ത്രീകളും കുട്ടികളും മരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലപ്പോഴും ഈ ശത്രുക്കൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരിപ്പോ നമ്മൾ പറയുന്ന ഹ്യൂമൻ ഷീൽഡ് എന്നാണ് പറയുന്നത്, ഇങ്ങനെയുള്ള ആശുപത്രികളിലും അല്ലെങ്കിൽ സ്കൂളുകളിലും ഒക്കെയാണ് അവരുടെ ക്യാമ്പും അല്ലെങ്കിൽ മിസൈൽ സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യുന്നത്. കാരണം അതൊന്നും മറ്റേ എനിമി ആക്രമിക്കില്ല, ഇവര് സുരക്ഷിതരാകും എന്നുള്ളതിലാണ്. അപ്പം സ്വന്തം ആൾക്കാരുടെ തന്നെ
ജീവൻ വെച്ചിട്ടാണ് റിസ്ക് ചെയ്താണ് അവര് ഇത്രയും ഈ രീതികളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഈ സൈനികരെക്കാളും കൂടുതൽ സാധാരണ സിവിലിയൻസും സാധാരണ കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെടുന്നത് ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ. അപ്പൊ പണ്ടത്തെ കാലത്തുള്ള യുദ്ധം വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഈ രീതിയിൽ ഒരു രീതിയിലും സ്ത്രീകളും കുട്ടികളും ഒരു രീതിയിലും ഇതിൽ വരുമായിരുന്നില്ല. അവരൊരു പ്രത്യേക സ്ഥലം, കുരുക്ഷേത്രം യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ അവരാരും ഇതിൽ ഹത്യ ചെയ്യപ്പെടുന്നു അങ്ങനെയൊന്നുമില്ല. അതിൽ പ്രത്യേക അസംബിൾ ചെയ്തിരുന്നവർ മാത്രമാണ് യുദ്ധം ചെയ്യുന്നത്. അല്ലാതെ അവരെ വീട്ടിൽ പോയി അവരുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുകയോ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു ഇത് നോക്കിയാൽ എങ്ങനെയെങ്കിലും ഒരു എന്താ ഒരു ഇടയ്ക്ക് ഇതും പറയും എവറിത്തിങ് ഇസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് പറഞ്ഞിട്ട് അവർ എങ്ങനെയെങ്കിലും മാക്സിമം നാശനഷ്ടം മറ്റേ ഒരു പാർട്ടിക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ സ്വന്തം ഫിസിക്കൽ എക്സിസ്റ്റൻസിന് മാത്രമേ ആ ഒരു ഭൗതികമായ ഒരു എക്സിസ്റ്റൻസിന് മാത്രമേ ഒരു ഇത് കൊടുക്കുന്നുള്ളൂ അല്ലേ. നമുക്ക് അതിനെ എന്താ പറയുന്നത്, അതിന് ധാർമ്മികമായ രീതിയിൽ അതിന് എക്സിസ്റ്റൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ശരി അത് ദീർഘകാലം ശ്രേയസ്കരമായിട്ട് നിലനിൽക്കുമോ, അങ്ങനെ ഒരു രീതിയിലുമുള്ളൊരു ചിന്തയോ അങ്ങനെയൊന്നും ഈ യുദ്ധം നടക്കുന്ന രണ്ടുപേരുടെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോ ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ശരിക്കും ധർമ്മത്തിന് വേണ്ടിയല്ല, ഓരോരുത്തരുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ ലെവലിൽ നമ്മുടെ എന്തെങ്കിലും സെൻസ് ഗ്രാറ്റിഫിക്കറി ആയിട്ടുള്ള, അതായത് നമ്മളെ എന്തെങ്കിലും ഭൗതികമായുള്ള ഒരു ആഗ്രഹത്തെ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പേഴ്സണൽ ലെവലിൽ വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രഭുപാദ് പറഞ്ഞ പോലെ അതിനുവേണ്ടി വലിയൊരു നമുക്ക് സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി വലിയൊരു നേഷൻ ഉണ്ടാക്കിയിട്ട് ആ നേഷന്റെ തന്നെ ഇൻട്രസ്റ്റിനെ ബാധിക്കും അല്ലെങ്കിൽ അതിനെ ഹനിക്കുമ്പോൾ അവർ തമ്മിൽ ഈ യുദ്ധം ഉണ്ടാവും. ഓക്കെ, കുരുക്ഷേത്ര യുദ്ധവും ഇതും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അത് ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. ഇത് വേറൊരു ലെവലിൽ, ഇതൊരു പേഴ്സണൽ ലെവലിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഭൗതികമായ ആസക്തിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. അപ്പോ അങ്ങനെയുള്ള എനിക്കൊന്ന് ആ ഒരു ചുതി തുടങ്ങിയത് അശ്വത്ഥാമാവും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു രീതിയിൽ നമ്മുടെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രചോദനം എന്ന് തോന്നും. കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ അതെന്ത് സംഭവിക്കുന്നു. ഇപ്പം അർജുനൻ, ഈ ഒരു കേസിൽ നമുക്ക് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനന്റെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഭഗവത്ഗീത ഫസ്റ്റ് ചാപ്റ്ററിലുള്ള അർജുന വിഷാദ യോഗത്തിൽ പറയുന്ന പോലെ അർജുനൻ ചിന്തിച്ചത് നമ്മൾ ഈ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ മരണപ്പെടും. അപ്പോ അതിൽ ഒരുപാട് പേര് അവരുടെ പിതാമഹന്മാരും പറഞ്ഞ പോലെ അവർക്ക് കുടുംബത്തിന് നാഥന്മാരും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർ മരണപ്പെടുമ്പോൾ കുലസ്ത്രീകൾ, അതായത് നമ്മുടെ കുടുംബത്തിലുള്ള കുലസ്ത്രീകൾ അനാഥരാക്കപ്പെടുകയും അവർക്ക് ഇതുപോലെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് അവരെ വേറെ ആരെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്ത് അങ്ങനെ വർണ്ണസങ്കരം ഉണ്ടാവുകയും അത് കാരണം അടുത്ത ജനറേഷൻ ഫുൾ ഇത് ഫാമിലി ട്രഡീഷൻ ഒന്നും ഫോളോ ചെയ്യാത്ത, ധർമ്മമൊന്നും ഫോളോ ചെയ്യാത്ത ഒരു സിവിലൈസേഷൻ വരും. അങ്ങനെ പിതൃക്കൾക്കുള്ള ശ്രാദ്ധം അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഈ അധർമ്മത്തിന്റെ ഈ ആധിക്യം കൊണ്ട് ഒരു ഫുൾ സൊസൈറ്റി തകരും എന്നുള്ള ഇത് കൊണ്ടാണ് അർജുനൻ ശരിക്കും ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാം, ഞാൻ സന്യാസത്തിന് പോവാം എന്ന്, ബെറ്റർ ടു ഗോ ടു ദ ഫോറസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ഒരു രീതിയിൽ തീരുമാനം തുടക്കത്തിൽ എടുക്കുന്നത്. ഭഗവത്ഗീത ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് പല റീസൺസ് ഉണ്ട്. അതിൽ കുറച്ച് റീസൺസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പോ അപ്പൊ അർജുനന്റെ ആ ഒരു സ്റ്റേച്ചർ, ഒരു ശുദ്ധനായ ഭക്തൻ എങ്ങനെ ചിന്തിക്കും, സ്വന്തം ഇതിനു വേണ്ടി, സ്വന്തം ഭൗതികമായ എക്സിസ്റ്റൻസിന് വേണ്ടി വേറൊരാളെ കൊല്ലാൻ ഒരു യുദ്ധം ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ആലോചിച്ച്, അപ്പൊ അദ്ദേഹം ആലോചിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇത് വളരെ തെറ്റായ അല്ലെങ്കിൽ വളരെ ഹീനമായ ഒരു അന്ത്യത്തിലേക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും
കൗരവര് തിരിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും എങ്ങനെയായിരുന്നാലും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. മറ്റേ സൈഡ് പാണ്ഡവർ സൈഡ് അവർ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തും, ഹത്യ ചെയ്യും എന്നാൽ പോലും അർജുനൻ ആ യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് സമ്മതമല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഈ ഒരു കാര്യം ഇങ്ങനെ പോയാൽ അത് വളരെ 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 ദുഃഖകരമായ ഒരു അന്ത്യത്തിൽ ആണ് എന്നുള്ളതൊരു ബോധം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരാളെ വീക്ഷണകോണും അശ്വത്ഥാമാവ് ഇങ്ങനെ ഒരു ഹീനകർമ്മം ചെയ്ത് യുദ്ധം ജയിക്കാൻ ഉള്ള രീതിയിൽ ചെയ്തൊരു കാര്യം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം ഒരു ശുദ്ധ ഭക്തന്റെ വീക്ഷണകോണും ഒരു അഭക്തൻ അല്ലെങ്കിൽ ഒരു ഭൗതികവാദിയുടെ വീക്ഷണകോണും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോ ഭഗവത്ഗീതയിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനെ അന്ധകാരത്തിൽ, അതായത് മായയുടെ ഇൻഫ്ലുവൻസിൽ ഇട്ടാണ് അദ്ദേഹത്തിന്റെ ഈ വിഷാദം കൊണ്ടുവരുന്നത്. അർജുനൻ അറിയാം ഫൈനലി അത് ഭഗവാന്റെ തന്നെ ഇച്ഛയാണ് യുദ്ധം ഫൈറ്റ് ചെയ്യണം എന്നുള്ളത്. അതെങ്കിൽ ഈ യുദ്ധത്തിൽ ആരെല്ലാം കൊല്ലപ്പെടുമെന്നും എങ്ങനെയൊക്കെ അത് പുരോഗമിക്കും എന്നുള്ളതെല്ലാം ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. ഭഗവാനാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിലെ ഒരു നിമിത്തം മാത്രം, അതൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് അർജുനന്റെ സ്വതവേ ഉള്ള അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള കോൺഷ്യസ്നസ് അദ്ദേഹത്തിന് അറിയാം, ബോധവാനാണ്. എങ്കിലും ഈ ഒരു യുദ്ധം നടത്തുന്നതിന് വേണ്ടി ഭഗവാൻ അർജുനനെ ആ മായയിൽ ഇടുന്ന യോഗമായയിൽ ഇട്ട് അദ്ദേഹത്തിന്റെ ഈ ഭൗതികമായ റീസൺസ് പുറത്ത് കൊണ്ടുവന്ന് എന്നിട്ട് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്താണ് ശരിക്കും നശിക്കുന്നത്, ആത്മാവ് നശിക്കുന്നില്ല, ഈ യുദ്ധം പുരോഗമിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ശരിക്കുമുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതല്ല. ശരിക്കും നമ്മളെ ആന്തരികമായ രീതിയിൽ നമ്മളെ ആത്മീയമായ ഉന്നതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ആത്മീയ ഉന്നതി ഈ യുദ്ധം കൊണ്ട് ഹനിക്കപ്പെടുന്നില്ല, അതിന് പ്രയോജനകരമാകാവുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഫർദറായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആത്മീയമായൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അർജുനൻ അവിടെ പോരാടുന്നത്. ഇവിടെ നോക്കുമ്പോൾ അശ്വത്ഥാമാവ് നേരെ തിരിച്ച് ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്രയും ഹീനമായ കൃത്യം ചെയ്യുന്നത്. അപ്പോൾ പ്രഭുപാദർ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയും. ഒരു സൈനികൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയായ രാജ്യത്തിന് കാവൽ നിൽക്കുക, അല്ലെങ്കിൽ ശത്രുക്കൾ ആക്രമിച്ചാൽ അവർ തിരികെ ആക്രമിച്ച് കൊല്ലുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഒരു സൈനികന്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ അദ്ദേഹം പട്ടാളത്തില്, ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ അങ്ങനെയുള്ള സ്ഥലത്ത്, യുദ്ധമുള്ളൊരു സ്ഥലത്ത് യുദ്ധമുഖത്ത് നിൽക്കുകയാണ്. അദ്ദേഹം എത്ര ശത്രുപക്ഷത്തുള്ള എത്ര ആൾക്കാരെ വധിച്ചു എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ എത്ര രീതിയിൽ എത്ര ആൾക്കാരെയോ അല്ലെങ്കിൽ എത്ര ധീരമായ രീതിയിൽ അവരെ വധിച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് മെഡലും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇതേ സൈനികൻ തിരിച്ച് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ അയൽക്കാരനുമായിട്ടൊരു വസ്തു തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് തർക്കമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ദേഷ്യത്തിൽ അദ്ദേഹത്തിന്റെ അയൽക്കാരനെ ഹത്യ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അതേ സൈനികൻ തൂക്കുകയറായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ജീവപര്യന്തമായിരിക്കും നമ്മുടെ ഇന്ത്യൻ കോടതി വിധിക്കുന്നത്. രണ്ടും സെയിം ഗവൺമെന്റ് ആണ്. അപ്പോൾ ഒരേ കാര്യം ഹത്യ ചെയ്യുന്നു എന്നുള്ളത്, ഹത്യയാണ് നടക്കുന്നത് രണ്ടിടത്തും. അത് യുദ്ധമുഖത്തായിരുന്നാലും പീസ് ടൈമിലായിരുന്നാലും നമ്മുടെ ഇതിലായിരുന്നാലും. പക്ഷെ ഒരേ കാര്യം രണ്ട് ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് ഒരിടത്ത് അദ്ദേഹത്തിന് മെഡൽ കിട്ടി, മറ്റിടത്ത് ഒരാൾക്ക് ശിക്ഷയായിട്ട് തൂക്കുകയറ് കിട്ടി. അപ്പോൾ ആ ഉദ്ദേശമാണ് എപ്പോഴും മുമ്പിട്ട് നിൽക്കേണ്ടത്. കൂടുതലും നമ്മുടെ ആ ആക്ഷൻ അല്ല, ആക്ഷന് പുറകെയുള്ള ഇന്റന്റ് ആണ് വെളിപ്പെടേണ്ടത്, അല്ലെങ്കിൽ അതിനെയാണ് സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഇവിടെ അശ്വത്ഥാമന്റെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ വേണ്ടി, എന്നാൽ അത് നടന്നു അതുമില്ല. അദ്ദേഹം വിചാരിച്ചു ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം ഇതായിരിക്കുമെന്ന് വിചാരിച്ചാണ് അശ്വത്ഥാമാവ് ഈ ഒരു ഹീനമായ കൃത്യം ചെയ്തതെങ്കിലും ദുര്യോധനൻ പോലും അതില് ഭയങ്കരമായ ആശ്ചര്യമാണ്, അദ്ദേഹത്തിന് ഭയങ്കരമായ ദുഃഖമാണ് ഉണ്ടായത്. ഇങ്ങനെയൊരു കാര്യം ചെയ്യുമോ എന്നുള്ളത് ദുര്യോധനന് വരെ ഇത്രയും ഇതായി. അപ്പോ ആ ഒരു ഇത് അപ്പം നമ്മളെപ്പോഴും ശ്രേയസ്കരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വേണം താല്പര്യപ്പെടേണ്ടത്. ഈ പ്രേയസ്കരം വളരെ
ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ട്സിന് വേണ്ടി യത്നിക്കുമ്പോൾ നമുക്ക് മറ്റത് ഒരു എന്താ പറയുന്നില്ല, അത് നമ്മളെ കണ്ണ് മൂടപ്പെട്ടിരിക്കും. നമ്മള് ഫാസ്റ്റ് പേസ്ഡ് റിസൾട്ട്സ് അല്ലെങ്കിൽ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യത്നിക്കുമ്പോൾ വളരെ ബീഭത്സരമായ അന്ത്യമായിരിക്കും നമ്മളെ കാത്തു നിൽക്കുന്നത്. യേശുക്രിസ്തുവിന്റെ കേസ് പറഞ്ഞ പോലെ. അപ്പോ നമ്മുടെ ലൈഫും നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ ഒരു ലോങ് ടേം വിഷൻ വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളെയും നമ്മളെ ഓരോ ആക്ഷനെയും അപഗ്രഥിക്കണം. അല്ലെങ്കിൽ അത് വളരെ ചെറിയൊരു കാലത്തേക്ക് വേണ്ടി മാത്രമുള്ള രീതിയിൽ അത് അധപ്പതിക്കും. അതിന്റെ ഫർദർ അതിന്റെ പ്രതിഫലനം ജീവിതം മൊത്തം നമുക്കത് വിഷമം ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, ആ ഒരു മൊമെന്റില് ഞാൻ എൻ്റെ ഇഗ്നറൻസ് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, അത് കാരണം ഞാൻ ജീവിതം മുഴുവൻ സഫർ ചെയ്യുകയാണ്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇപ്പോഴും അങ്ങനെ ചില ക്രിട്ടിക്കൽ മൊമെന്റ്സിൽ നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ കൃഷ്ണ കോൺസ് നമുക്ക് അറിയാം, ഇല്ല, നമുക്ക് ഇനിയും അടുത്ത ചാൻസിൽ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സാത്വികമായിട്ട് പെരുമാറും. അങ്ങനെ ഈ ഒരു രീതിയിലുള്ള സഫറിങ് ഇനി ഞാൻ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഞാൻ വരുന്നില്ല. അപ്പോൾ പല സമയത്തും നമുക്ക് ആ ഒരു മൊമെന്റിൽ നമ്മൾ ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ജ്ഞാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഇത് കിട്ടില്ല, ഇൻസൈറ്റ് കിട്ടില്ല. പക്ഷെ നമ്മൾ ആ തെറ്റ് മനസ്സിലാക്കി വീണ്ടും വീണ്ടും തിരുത്താൻ നോക്കുമ്പോൾ ഭഗവാൻ ആ ബുദ്ധി തരും. ഭഗവാന്റെ ഭഗവാനാണല്ലോ നമ്മളെ സെൻസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിൽ മാത്രമേ ഈ ജ്ഞാനം നമുക്ക് പ്രാവർത്തികമാക്കാനും പറ്റുള്ളൂ. നമുക്ക് ഈ ജ്ഞാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുപോലെ ആക്ട് ചെയ്യണം എന്നില്ല. അത് ഭഗവാന്റെയും വൈഷ്ണവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ അത് നടക്കും. ഇപ്പൊ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്നുണ്ട്. പക്ഷെ അത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുത്താൻ വേണമെങ്കിൽ അത് ശരിക്കും ഭഗവാന്റെയും ഭഗവത് ഭക്തരുടെയും കൃപയുണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ബുക്ക് മാത്രം വായിച്ച് ആ ഒരു ലെവലിൽ മാത്രം നിന്നു പോകും. അപ്പൊ നമുക്ക് പലപ്പോഴും അറിയാം, നമ്മൾ പല സേവനങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്കത് അന്വർത്ഥമാക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ആ ഒരു ബ്ലെസ്സിങ് അത്രയും വരെ കിട്ടിയാലേ നമുക്ക് ആ ഒരു നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. വേറെ ഏതെങ്കിലും റിയലൈസേഷൻ കൂട്ടിച്ചേർക്കലുണ്ടെങ്കിലോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജീസ്, ഹരേ കൃഷ്ണ മാർഗീസ്. ക്വസ്റ്റ്യനോ ഇതൊരു ഡിസ്കഷന് വേണ്ടി ഓപ്പൺ അപ്പ് ചെയ്യാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാർഗീസ്. എന്തെങ്കിലും കൃഷ്ണ പ്രഭു, പ്രഭു പറഞ്ഞില്ലായിരുന്നോ? പക്ഷെ നമ്മളെ സൈനിക്കിലാവുമ്പോ അവര് പക്ഷെ നമ്മളെ ഒരു യുദ്ധം ചെയ്തു, അതിലവര് മരണപ്പെട്ടു, അവർക്ക് അവാർഡ് കിട്ടി, ഓക്കെ. പക്ഷെ നമ്മുടെ അയലോക്കത്താണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എതിരാളിയാണ്, അപ്പൊ അവർക്ക് ഇതുപോലെ എന്തെങ്കിലും അല്ലെ നമ്മൾ അവരായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായി, അത് കൈ അബദ്ധം വന്നാലും പക്ഷെ അത് തൂക്കുദണ്ഡനം നമുക്ക് തരും. അതെന്താ അതങ്ങനെ? അതെന്താണ് പ്രഭു അങ്ങനെ? കാരണം നമുക്ക് പക്ഷെ രണ്ടും ഒരേ ക്വാളിറ്റി ആണ് എങ്കിലും പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ എന്തുകൊണ്ട് ഗവൺമെന്റ് അതിന് ഒരു ഇത് ചെയ്യാത്തത്? കാരണം കറക്റ്റ് നോക്കണല്ലേ. ഇത് ഏകദേശം ഒരേപോലെ തന്നെയാണ് എങ്കിലും. അപ്പൊ മാധവി ചോദ്യം, ഞാൻ കൊല്ലുന്നു എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു ഹത്യ ചെയ്യുന്നു എന്നുള്ളൊരു ആക്ഷൻ സെയിം ആണ് അല്ലേ? അതെ അതെ. ആരെ കൊല്ലുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് പാരിതോഷികം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് മെഡൽ കിട്ടുന്നു, അല്ലെങ്കിൽ ശിക്ഷ കിട്ടുന്നു അല്ലേ? അതെ അതെ. അത് ഓക്കെ, അത് നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ മതി. കാരണം നമ്മളെ ശിക്ഷിക്കുന്നത്, നമ്മളെ പാരിതോഷികം നൽകുന്നത് ആരാണ്? അല്ല, അതിപ്പോ നമ്മളെ ഗവൺമെന്റിന്റെ അതിലിപ്പോ സൈനികമാകുമ്പോ പാരിതോഷികം കിട്ടും. പക്ഷെ നമ്മള് പാരിതോഷികത്തിന് വേണ്ടിയല്ല അത് ചെയ്യുന്നത് അല്ലേ? അല്ല, ഡ്യൂട്ടി ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അതെ, അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് സഹിക്കാൻ പറ്റാതാവുമ്പോഴാണ് കയ്യബദ്ധം വരുന്നതും ഇതുപോലെ ചെയ്യുന്നതും. അല്ലാണ്ട് വേണം പറഞ്ഞ ഒരാളെ കൊല്ലില്ലല്ലോ. ഇല്ല, നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ? അതാണ് മതി പറയുന്നത്. അത് പറഞ്ഞത്
നമ്മൾ എന്ത് ചെയ്താലും മാതിരി നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കർമ്മം അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻസ് വരും. ഓക്കെ, നമ്മൾ ഭഗവാന് വേണ്ടിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിയിട്ട് ഭഗവാന് വേണ്ടി എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഓക്കെ, നമ്മൾ ഭഗവാന് വേണ്ടിയാണെങ്കിൽ ചെയ്യുന്നതാണെങ്കിൽ അതൊരു മോഷണമായിരുന്നാൽ പോലും അത് വളരെ ദിവ്യമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായിരുന്നു? ഇപ്പൊ കുലശേഖര ആൾവാർ അദ്ദേഹത്തിന്റെ സമയത്ത്, കുലശേഖര ആൾവാറാണെന്ന് തോന്നുന്നു, ഈ കാട്ടിൽ കൂടെ പോകുന്ന വിവാഹ പാർട്ടിയൊക്കെ കൊള്ളയടിച്ചാണ് അമ്പലം കെട്ടാൻ വേണ്ടിയിട്ട്. കുലശേഖര ആൾവാർ, ഞാൻ ആൾവാറിന്റെ പേര് തെറ്റെന്ന് പറഞ്ഞൂടാ. അപ്പൊ ആ ഒരു ആൾവാർ അദ്ദേഹത്തിന്റെ ഐ മീൻ ആക്ടിവിറ്റി മോഷണമായിരുന്നു. പക്ഷെ അദ്ദേഹം മോഷ്ടിച്ചത് ഭഗവാന്റെ അമ്പലം കെട്ടാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കർമ്മമില്ല, അകർമ്മമായിട്ടല്ലേ നമ്മൾ പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ റിയാക്ഷൻ ഇല്ല, അത് ദിവ്യമാണ്. ഓക്കെ, അതിന് പാപമോ പുണ്യമോ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ആക്ഷൻസ് ആ രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാതെ ഇപ്പോ നമ്മളൊരു കാര്യം ഓക്കെ കൊല്ലുന്നത് പാപമാണ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ നമ്മൾ അർജുനന്റെ അതേ സ്ഥിതിയിൽ ഓക്കെ ഞാൻ അതുകൊണ്ട് കൊല്ലേ ഇല്ല, നീ ഭഗവാൻ വേണ്ടിയാണെങ്കിൽ പോലും കൊല്ലില്ല എന്നുള്ള രീതിയിൽ, അതൊരു തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യില്ല, പക്ഷെ ഭഗവാന് വേണ്ടി ചെയ്യും. അല്ല, ഭഗവാന് വേണ്ടി ചെയ്യുന്നത് നമ്മളായിട്ട് വ്യാഖ്യാനിച്ച് ചെയ്യരുത്. അതിനൊരു സിറ്റുവേഷൻ വന്നാൽ മാത്രം ആ രീതിയിൽ നമുക്ക് അങ്ങനെ, ഭഗവാൻ അങ്ങനെ പറയുന്നില്ല ഇപ്പൊ ജിഹാദ് ചെയ്യണമെന്ന് അങ്ങനെയല്ല പറയുന്നത്. ആ ഒരു രീതിയിൽ എടുക്കണ്ട. ആ ഒരു സിറ്റുവേഷനിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ ഇങ്ങനെ ചെയ്തത് കറക്റ്റാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അമ്പലം കെട്ടാൻ മോഷണം നടത്താവോ? എന്തോ അമ്പലം കെട്ടുന്നതിന് വേണ്ടി മോഷ്ടിക്കാവോ? ഇല്ല. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ നമുക്കൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് പ്രഭു ചോദിക്കുന്നത്, അല്ലെ? ഇന്ന ആൾവാർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് പ്രഭു ചോദിക്കുന്നത്, അല്ലെ? കുലശേഖര ആൾവാർ ഒരു രാജാവായിരുന്നു പ്രഭുജി. കുലശേഖര രാജാവ് അല്ലെ ഞാൻ പറയുന്നത്. അല്ലെ, ഞാൻ പ്രഭുവിന്റെ ഇതിലോട്ട് വരാം. നമുക്ക് ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് സർവീസുകളുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ഗുരുക്കന്മാര് നമുക്കായിട്ട് കൽപ്പിച്ചു തന്ന കുറച്ച് ഏരിയയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മളെ ഇത് മനസ്സിലാക്കിയിട്ട്, നമ്മളെ ഇന്റൻഷനൊക്കെ മനസ്സിലാക്കി, നമ്മളുടെ കേപ്പബിലിറ്റി ഒക്കെ മനസ്സിലാക്കി നമുക്ക് കുറച്ച് സർവീസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഇതില് പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും യത്നിക്കേണ്ടത്. ഓക്കെ, പക്ഷെ നമ്മളായിട്ട് ഇപ്പൊ എനിക്കൊരു സർവീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ മാനിക്കാതെ പലതും ചെയ്യുമ്പോൾ അതൊരു സർവീസ് അല്ല, ഡിസർവീസ് ആയിട്ട് മാറും. അപ്പൊ നമ്മളിപ്പോ ഇതുപോലൊരു പാസ്റ്റ് ടൈം അല്ലെങ്കിൽ ഇതുപോലൊരു ഭഗവാന്റെ ലീല കേട്ടിട്ട് നമ്മൾ ആ ആൾവാറിനെ പോലെ മോഷ്ടിക്കാൻ ഇറങ്ങണം എന്ന് പറയുന്നില്ല ബ്രോ. ഓക്കെ, നമ്മുടെ അതോറിറ്റീസ് അല്ലെങ്കിൽ ഗുരുക്കന്മാർ എന്താണ് നമുക്ക് സർവീസ് ആയിട്ട് തരുന്നത്, അതാണ് നമ്മൾ സർവീസ് ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ സിറ്റുവേഷനിൽ അദ്ദേഹത്തിനെ അവരുടെ ഗുരുക്കന്മാർ അനുഗ്രഹിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ചെയ്തതിൽ അതിൽ യാതൊരു തെറ്റുമില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. തിരുമങ്കൈ ആൾവാർ. താങ്ക് യു മാജി. അത് തന്നെ, കുലശേഖര ആൾവാറല്ല, തിരുമങ്കൈ ആൾവാറാണ് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. സമയമുണ്ടല്ലോ. ആൾവാർ എന്താ ചെയ്തേ ഓർമ്മയില്ല, ഓർക്കുന്നില്ല. ഒന്ന് വിശദീകരിച്ചാവും പ്രഭു. അല്ല, ഈ തിരുമങ്കൈ ആൾവാർ എന്ന് പറഞ്ഞ അദ്ദേഹം ലക്ഷ്മി രാധാമാജി പറയുന്നുണ്ട്. ആ തിരുമങ്കൈ ആൾവാറാണ് ഈ ഒരു കൃത്യം ചെയ്തത്. അതായത് അദ്ദേഹം ഭഗവാന് സുന്ദരമായ ഇതിനു വേണ്ടി അവിടെ വരുന്ന ഈ കാട്ടിൽ കൂടെ വരുന്ന വിവാഹ പാർട്ടികളെ കൊള്ളയടിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു ഭക്തന്റെ സ്റ്റേറ്റിലല്ലോ. തിരുമങ്കൈ ആഴ്വാർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പാരഫർണേലിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ സർവീസുകൾ ചിലപ്പോൾ അമ്പലം തൂത്തു തുടയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ കുക്ക് ചെയ്യാനായിരിക്കും. അങ്ങനെയുള്ള സർവീസാണ് നമ്മുടെ അതേ ലെവലിലുള്ള മോഷണം പോലെയുള്ള ലെവലിലുള്ള സർവീസ് നമുക്കതാണ്. നമ്മളുടെ
ഹയസ്റ്റ് ലെവൽ ഓഫ് സർവീസ് നമ്മൾ ചെയ്താൽ മതി. നമ്മൾ വേറൊരു ഭക്തന്റെ ആക്ടിവിറ്റി അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറയുന്നത്. പ്രഭുവിന് മനസ്സിലായോ എന്നറിഞ്ഞുകൂടാ. മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ മാതാജി ചോദിച്ചത്, ആ. പട്ടാളക്കാരൻ ഡ്യൂട്ടി നിൽക്കുമ്പോൾ ഒരാളിനെ കൊന്നാൽ അതിന് ശിക്ഷയില്ല. അതേസമയത്ത് അവധിക്ക് വന്നിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് അയലത്തുകാരനെ കൊല്ലുകയാണെങ്കിൽ ശിക്ഷ കിട്ടുന്നു. അത് എന്തുകൊണ്ട് എന്നാ ചോദിച്ചത്. അതാ പറഞ്ഞ പ്രഭു. അപ്പൊ നമ്മൾ അത് ഒരു രണ്ട് കാര്യമാണ്. അത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആരെയും കൊല്ലാനോ ഒന്നിനും നമുക്ക് അധികാരമില്ല. ഏത് പട്ടാളമല്ല ആരായാലും ചെയ്യും. പോലീസ് ഇൻസ്പെക്ടർ ആയാലും ശരി, DIG ആയാലും അവർക്ക് ഒരാളിനെ കൊല്ലാൻ അധികാരമില്ല. നിയമവിരുദ്ധമാണ്. മറ്റേത് ഡ്യൂട്ടി നിൽക്കുന്ന സമയത്ത് രാജ്യരക്ഷയ്ക്ക് വേണ്ടി വെളിയിൽ നിന്ന് ആൾ വരുവാണെങ്കിൽ അവരെ ശിക്ഷിക്കാം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ അതുമായിട്ട് വളരെ വ്യത്യാസങ്ങളുണ്ട്. അതാ പറയുന്നത്. പക്ഷെ പ്രഭു, ഞാൻ പറയുന്ന പോയിന്റ് അതല്ല. നമ്മൾ ആർക്ക് വേണ്ടി കൊല്ലുന്നു? ഇപ്പൊ നിയമം ഉണ്ടാക്കിയ ആളാണ് ഗവൺമെന്റ്, അല്ലേ? ഈ ഗവൺമെന്റിന് വേണ്ടി കൊല്ലുന്നെങ്കിൽ ഗവൺമെന്റ് തന്നെ നമ്മൾ അഭിനന്ദിക്കും, അല്ല, അല്ലേ? അതിന് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ പ്രഭു ഇന്ത്യ ഗവൺമെന്റ് വേണ്ടി കൊല്ലുന്നു, ഓക്കെ, അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് നമ്മൾ അഭിനന്ദിക്കും. നമ്മൾ പാകിസ്ഥാനിലാണ് പോകുന്നെങ്കിൽ പാകിസ്ഥാൻ പറയും നിങ്ങൾ തിരിച്ചിവിടെ യുദ്ധം ചെയ്താൽ മാത്രമേ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇതൊരു ജനറൽ റൂൾ ആയിട്ട് പറയുന്നതല്ല. നമ്മുടെ ഭൗതികമായ സിറ്റുവേഷനിൽ നിന്ന് എടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ നിയമം മൊത്തത്തിൽ ഈ ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും ഉണ്ടാക്കിയത് ആരാണ്? ഭഗവാൻ. ഓക്കെ, അപ്പൊ ഭഗവാന്റെ നിയമത്തിനനുസരിച്ച് നമ്മൾ വർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അതില് കർമ്മ ഫലങ്ങളൊന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ നിയമത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ അകർമ്മമായിട്ടാണ് അത് ഭവിക്കുന്നത്. നമുക്കത് പാപവും പുണ്യവും വരുന്നില്ല. പക്ഷെ ഭഗവാന്റെ നിയമത്തിന് എതിരായിട്ടാണെങ്കിലാണ് ഈ പാപകർമ്മം വരുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പാരലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ ഇടയ്ക്ക് ആരും പറഞ്ഞായിരുന്നു? ഇല്ല പ്രഭു, അത് മൈക്ക് അൺമ്യൂട്ട് ആയി പോയത് അവരുടെ. ഓക്കെ, കൃഷ്ണ പ്രഭു ക്ലോസ് ചെയ്യട്ടെ പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും? ക്ലോസ് ചെയ്യട്ടെ പ്രഭു. ഓക്കെ മാജി, പറയണം പ്രഭു. വേറെ ആർക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ മതി. ഓക്കെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രണാമം പ്രഭു. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.